ആറാറിൻ്റെ അതെ തന്നെ ആറാറിൻ്റെ CRPFൻ്റെ സാന്നിധ്യം. പുള്ളി വണ്ടി നിർത്താൻ പറഞ്ഞ്. हाँ सर, रजौरी. हाँ ये टीचर है, लेट होगी टैक्सी मिल नहीं रही है. हैजवाल सर बैग है, इसमें बैठ सकता है वो. इसको फिर नहीं हो सकता है, हो जाएगा. वो बैठेगा तो लेके जाएगा, मगर उसको कोई प्रॉब्लम नहीं है तो बैठ सकते आप पूछ क्या हो गया उनको. वो टीचर है, अभी लेट होगी, वो टैक्सी मिल नहीं रही है. अच्छा 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 अच्छा. कहाँ के रहने वाले हो? मैं केरला से है सर. मैं केरला से है. हाँ वही तो मैं कह रहा हूँ, भाषा में तो चेंज. हाँ सर. सर आप लोग इधर काम कर रहे हैं. अच्छा अच्छा ठीक है सर. तो कहाँ गए थे इधर? मैं सीधा नौशहरा जा रहा है सर. कहाँ पे? नौशहरा. नौशहरा. हाँ तो उधर. कैमरा लगा रखा है क्या? नहीं ये सेफ्टी के लिए रखा है, पता नहीं है ना सर, बीच में क्या हो जाएगा लफड़ा हमारे साथ. नहीं हमका पूरा लोग पूछता है, एविडेंस पूछता है, इसलिए अगर कुछ बीच में आ गया लफड़ा हो गया तो हमको क्या पता. ठीक है सर, मैं चलते हैं. 5 കാലമായിട്ടുണ്ട്. ഇപ്പോൾ പൂഞ്ചിൽ ഒരു ഭംഗി കണ്ടില്ല നിങ്ങൾ, ഈ സൈഡ് കണ്ട വെട്ടം അടിക്കണോണ്ട്. ഇത് ഇവിടുത്തെ ഗ്രാമപ്രദേശമാണ് പൂഞ്ചില. ഇവിടെ നമ്മളൊരു മലയാളി ഒരു പയ്യുണ്ട് ഇവിടെ ടീച്ചറായിട്ട് മലപ്പുറത്തുനിന്ന്. അവനെ ഇവിടെ വെച്ച് ട്രെയിനിൽ വെച്ച് എന്തോ എനിക്ക് കമ്പനിയായി കിട്ടിയതാണ്. അവനിവിടെ എവിടെയെങ്കിലും കാണും. ഫുള്ള് കൃഷിയാണ് കേട്ടോ. പൂഞ്ചിലെ കാഴ്ചകളൊക്കെ പ്രത്യേക ഭംഗി തന്നെ. ജമ്മുവിൽ ഏകദേശം ഓൾമോസ്റ്റ് കറങ്ങി. ലഡാക്കിൽ സൻസ്കാർ വാലി മാത്രവും പിന്നെ തുർത്തുക്കും ഉണ്ട് ഇനി പെൻഡിങ്ങിൽ, പിന്നെ സർച്ചു അതൊക്കെ. അതിനെപ്പോഴെങ്കിലും പോകണം. ജമ്മുവിൽ കരൺ വാലി, കുപ്വാര അങ്ങോട്ടൊക്കെ ഇനി പോകാനുണ്ട്. ഉറി അതൊക്കെ ഇപ്രാവശ്യത്തേൽ നടക്കുമെന്ന് അറിഞ്ഞൂടാ. ഓഫ് റോഡ് ചെയ്യാം പറ്റുമോ ആർക്കെങ്കിലും? സക്കീർ ബൈക്ക് പറ്റുമോ? अभी मैं पूंछ पे है, जम्मू का बॉर्डर डिस्ट्रिक्ट है पूंछ. इधर भी ऐसा लफड़ा होता रहता है, मगर थोड़ा रिस्क में, थोड़ा पागलपंती करने में बहुत ही थ्रिल है. കുറച്ചൊക്കെ റിസ്ക് ഉണ്ട് ഈ വഴിയും. ഈ പൂഞ്ചെന്ന് പറയുന്ന സ്ഥലമൊക്കെ ഇത്തിരി റിസ്ക് പിടിച്ച ഏരിയയാണ്. പക്ഷെ അതൊന്നും നമ്മൾ വക വയ്ക്കേണ്ട കാര്യമില്ല മീൻസ് എല്ലായിടും നമുക്ക് പോകാൻ വേണ്ടി തന്നെയാണ് ഇത്രയും സ്ഥലമൊക്കെ ഉണ്ടാക്കിയിട്ടിരിക്കുന്നത്. പിന്നെ ഈ കുറേ വിവരമില്ലാത്തവന്മാർ തോക്കും പിടിച്ച് ഇറങ്ങിയിട്ടുണ്ട് ഈ ഇന്ത്യക്കെതിരെ ഒക്കെ. അവന്മാരെ പറഞ്ഞിട്ട് കാര്യമില്ല. എന്താ പറയാ, കുറേ വിവരമില്ലാത്തവന്മാർ ചെയ്യണ പരിപാടികളാണ്. ഇവിടുത്തെ ആൾക്കാരൊന്നും വലിയ സീനൊന്നുമില്ല, വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇവിടുത്തെ ആളാണ് അവന്മാർ രണ്ടും. അവന്മാർ 40 കിലോമീറ്റർ വരെ എൻ്റെ കൂടെ കാണുമെന്നാണ് പറഞ്ഞത്. അങ്ങനെ അവന്മാരെ കൂടെ വിളിച്ചിരിക്കുന്നത്.
ഇവിടെ കുറേ പ്രാന്തന്മാരുണ്ട്, ഈ ഡ്രൈവർ പ്രാന്തന്മാർ. ചുമ്മാ അന്ന് ബാക്കിൽ കിടന്ന് ഫോൺ അടിച്ചുകൊണ്ടിരിക്കും. എനിക്കാണെങ്കിൽ ഫോൺ അടിക്കണ കേൾക്കുമ്പോഴേ കരിയാണ് ചില സമയം. നമ്മളെ ബാക്കിൽ സൈഡ് കൊടുക്കാൻ സ്ഥലമില്ലെങ്കിലും കിടന്നങ്ങ് ഫോൺ അടിച്ചുകൊണ്ടിരിക്കും. ഞാൻ അങ്ങോട്ട് കൊക്കയിൽ ഇറങ്ങിയിട്ട് ഞാൻ അവന് സൈഡ് കൊടുക്കാൻ കണക്കിന്. इधर पूरा पागल का ड्राइवर आता है, पीछे आके साइड पे ही नहीं है तो पीछे पे आके ऐसे फोन मारता है, क्या बोले मेरा दिमाग खराब करता है. साइड नहीं देने के लिए जगह भी नहीं है, फिर भी आके पीछे पे ऐसे फोन मारता है. क्या लोग है ये. ലോറിക്കാരന് ഇപ്പം എമ്മാരിങ്ങനെ വണ്ടി മാറ്റാൻ പറഞ്ഞു. അമ്മമാർ എല്ലാ എമ്മാർക്കും അറിയാമെന്നുള്ള ആൾക്കാർ തന്നെ കൈയൊക്കെ കാണിക്കണം, സംസാരിക്കണം. അതായത് അച്ഛൻ, അമ്മ, അനിയൻ ആരെങ്കിലും പട്ടാളത്തിലാണ്, പൂഞ്ചിലാണ് എന്നൊക്കെ പറയണമെങ്കിൽ ഇതൊക്കെ കണ്ടോ, പൂഞ്ചിലെ കാഴ്ചകൾ കണ്ടോ. പൂഞ്ചി ഇവിടുന്ന് കുറച്ചും കൂടെ 40 കിലോമീറ്റർ പോകണം ബോർഡർ ഏരിയയിലേക്ക്. പക്ഷേ ഇത് അവർ വരണ വഴിയൊക്കെയാണ് ഞാൻ കാണിച്ചു തരുന്നത് നിങ്ങൾക്ക്. ഇവിടെയൊക്കെ പണി നടക്കുന്നേ ഉള്ളൂ, റോഡിൻ്റെയൊക്കെ. ഇത്തിരി ബ്ലോക്കുണ്ട്, സീനുണ്ട്. ഉണ്ടില്ല, താഴെ കൊക്കയാണ് കേട്ടോ. അങ്ങനെ ഇവിടെ എത്തി. ഒരു പിറകെ പോവാം. इधर क्या है? गाड़ी इधर रख दो. ഇവിടെ നമ്മൾ വണ്ടി നമ്പറും കാര്യങ്ങളൊക്കെ എഴുതണം. ഇതർ രഖ് ദോ. ഇവിടെ വണ്ടി വെച്ചിട്ട് ഇവിടുന്ന് തിരിക്കുകയാണ്, ഇവിടുത്തെ ചെക്ക് പോസ്റ്റിൽ നിന്ന്. അപ്പോൾ ഓക്കെ, ടീക്കേ സാർ. പുള്ളി ഹരിയാനക്കാരനാണ്. അപ്പം എവിടെ നിന്നാണ് വന്നത് ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഇവിടെ ഫുള്ള് കോടാണ്. ഓ, ഒന്നും കാണാൻ പറ്റാത്ത സ്ഥിതിയാണ്. മറ്റൊരു ഫ്രണ്ടിൽ നിന്ന് പോയി, ഇപ്പം ഡിസ്ട്രിക്റ്റ് രജൗരിയായി. ഇവിടെ കോട ഇങ്ങനെ ഇറങ്ങുക. ഇപ്പം സമയം എത്രയാണ്? 5:30. കോട എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത കോട. ആപ്ലോക്ക് ദീക്കറാണ് ഫോഗ്, പൂരാ ഫോഗ്. ഭയങ്കര സന്തോഷത്തിലാണ്. എന്തെന്ന് പറഞ്ഞാൽ വർഷങ്ങൾക്ക് മുമ്പ് കണ്ട ചേട്ടനാണ്. അതുപോലെ നമ്മളെ ടച്ചിലുണ്ട് ആ ചേട്ടൻ. എനിക്കിന്ന് കാണാൻ പറ്റും എന്നുള്ളൊരു സന്തോഷം ഭയങ്കരമാണ്. അത് പുള്ളി അവിടെ പുള്ളിയൊരു യൂണിറ്റിലുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് നല്ല രീതിയിൽ ഹെൽപ്പൊക്കെ ചെയ്ത് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരുകയും, ശരിക്കും ഒരു ചേട്ടനെ പോലെ തന്നെ പുള്ളി നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു തന്നതൊക്കെ. ആ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നത്. നമുക്കിനി എന്ത് വന്നാലും ഒന്നുമില്ല എന്നുള്ളൊരു മട്ടില്ല. എൻ്റെ മോനെ अरे बाप रे, ये पूरा फोग चल रहा है. ഒരു രക്ഷയില്ലാത്ത ഫോഗാണ് കേട്ടോ. നമുക്ക് മുമ്പിലോട്ട് പോകുമ്പോൾ കിട്ടണത് താഴെയൊക്കെ കൊക്കയാണ്, ഒന്നും കാണാൻ പറ്റൂല. ഇതൊക്കെ ലൈഫിലൊരു എക്സ്പീരിയൻസ് ആണ്. നാട്ടുപ്രദേശമാണ്. ഞാൻ ആദ്യം
ശ്രീനഗർ ജമ്മുന്ന് കത്തുവയിൽ നിന്ന് അമൃത്സറിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി രാവിലെ. അപ്പോഴത്തേക്കും കത്തുവ, പിന്നെ അത് കഴിഞ്ഞ് ഇങ്ങനെ റോഡ് ശ്രീനഗർ ഹൈവേ എന്ന് പറഞ്ഞ് പിടിച്ചങ്ങ് വന്നു. എവിടെ പകുതിയിൽ വാടി തെറ്റിപ്പോയി. പണി നടക്കണേ ഉള്ളൂ. ഫസ്റ്റ് ഒരു ജമ്മുവിലെത്തണ ആദ്യത്തെ വീഡിയോയിലുണ്ട്. പിന്നെ വളഞ്ഞു തിരിഞ്ഞ് അവിടുത്തെ ആൾക്കാർ ലോക്കൽ അവരെനിക്ക് വഴിയൊക്കെ പറഞ്ഞു തന്ന് പിന്നെ ആളെന്നെ കൊണ്ട് മെയിൻ റോഡിലാക്കി തന്നു. കുറേ നല്ല ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാവരും ഞാൻ അങ്ങനെ പറയൂല. കാര്യം എനിക്ക് കുറച്ച് മോശം അനുഭവങ്ങളൊക്കെ ജമ്മുവിൽ നിന്നുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഞാൻ ആരെയും നല്ലതിന് നല്ലതെന്ന് തന്നെ പറയും. ചിലവരെയൊന്നും അങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ല നമുക്ക് ഇവിടെ. അതൊക്കെ ഞാൻ വഴിയെ പറയാം. ഇവിടുത്തെ ഗ്രാമങ്ങൾ കണ്ടില്ലേ? എത്ര കിലോമീറ്റർ ഉണ്ട്? അമ്മി അയ്യോ, ഇനി 69 കിലോമീറ്റർ 2 മണിക്കൂറാണ് കാണിക്കണം. 69 കിലോമീറ്ററിന് 2 മണിക്കൂർ. ഇതേപോലെ ഹെയർ പിന്നൊക്കെ ഇറങ്ങി വളഞ്ഞു തിരിഞ്ഞ് പോണോണ്ടായിരിക്കണം. എൻ്റെ അമ്മ, ജമ്മുവിൽ കണ്ടില്ല, അടിപൊളി വീടൊക്കെ ഉണ്ട് നമ്മളെ നാട്ടിലെ പോലെ. हमारा जगह के जैसा ही है जम्मू, मेरा केरला का जैसा. केरला में मूनार जाएगा तो ऐसा ही मिलेगा, मतलब रोड अच्छा मिलेगा. जगह है ना, ये पूरा फोक जैसा ऐसा ही दिख सकता है. ഇത് മറിഞ്ഞ് वो एक्सीडेंट हो गया वो ट्रैक्टर का. कैसे हो गया पता नहीं. ओके, now we will go to Shadra Sharif and you have to turn left and then right. ओके, इधर से सीधा जाना आगे. हाँ आगे से लेफ्ट ले लेना. ठीक है. सीधा रजौरी तक जाएगी. सीधा रजौरी. हाईवे है, हाईवे. ओके, पक्का नहीं है, थोड़ा बीच में से होगा पैच. हाँ बाकी हाईवे 2 मीटर का पैच. ठीक है, ठीक है. 1-1.5 घंटे का सफर. ओके, बाद में मिलते हैं. ठीक है, ओके. ये सीधा जाना है ना? सीधा 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 सीधा. ठीक है. इधर से लेफ्ट. हाँ आगे एक बड़ा गेट होगा, उससे रास्ते को बता रहा है. ठीक है. കാശ്മീരിൽ എത്രാം തീയതി? 20/7/2024. ഇപ്പം നിങ്ങൾ ന്യൂസിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ കാശ്മീരിൽ ഭയങ്കര പ്രശ്നം നടക്കണ ഈ സമയത്തൊക്കെയാണ് ഞാൻ അതാ ഇവിടെ കറങ്ങി നടക്കുന്നത്. ഒരു വിഷയമില്ല ഇവിടെ. ന്യൂസിൽ കുറേ ലഫട കാണിക്കണതാണ്. എന്താ പറഞ്ഞാൽ ഈ കുറേയൊക്കെ ആവശ്യമില്ലാത്ത സംഭവം ഉണ്ട്. അതൊന്നും വിഷയമില്ല ഇവിടെ. ചെക്ക് ചെയ്ത് ഫ്രണ്ട് കൂടുതലായിരുന്നു. അപ്പോൾ പുള്ളി പറഞ്ഞു അത് കുഴപ്പമില്ല, ഫ്രണ്ടിൻ്റെ പൈസ വേണ്ട. ഞാൻ പുള്ളി 10 രൂപ എടുത്തുള്ളൂ. എനിക്ക് ആശ്ചര്യം തോന്നി. മറ്റൊരിടത്ത് ചെന്ന് ചുമ്മാ ചെക്ക് ചെയ്യണതിന് തന്നെ അമ്മമാർ 20 രൂപ വാങ്ങിക്കും. ചിലവരൊക്കെ അത് റെയറാണ് ഇങ്ങനെ, ചിലവരിങ്ങനെ നല്ലത് കിട്ടുന്നത്. അവരവരെ ജോലിയിൽ ആത്മാർത്ഥത സമ്മതിച്ചു കൊടുത്തേ പറ്റും. നൗഷാര മാർക്കറ്റാണ്. ആ അതിനകത്തല്ലേ